സ്റ്റേഷനറി പ്ലാസ്മ ടെസ്റ്റർ ആണ് ISRO വളരെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. എന്താണ് സ്റ്റേഷനറി പ്ലാസ്മ ടെസ്റ്റർ എന്നും അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. സ്റ്റേഷനറി പ്ലാസ്മ ടെസ്റ്റർ അല്ലെങ്കിൽ SPT എന്നാണ് ഇതിന് പറയുന്നത്. ഇതൊരു തരം ഇലക്ട്രിക്കൽ പ്രൊപ്പൽഷൻ സിസ്റ്റമാണ്. കെമിക്കൽ റോക്കറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇലക്ട്രിക്കൽ പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങൾ ഒരു പ്രൊപ്പല്ലൻറ്റിനെ അയണൈസ് ചെയ്യുകയും വൈദ്യുതി കാന്തിക മണ്ഡലങ്ങൾ ഉപയോഗിച്ച് അതിനെ ആക്സലറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ആക്സലറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. ഈ പ്രൊപ്പല്ലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ധനം എന്നാണ്. ഈ പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് ISRO വളരെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. 2025 മാർച്ച് 27 ഉപഗ്രഹങ്ങളുടെ ഇലക്ട്രിക്കൽ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിലേക്ക് ഇൻഡക്ഷൻ ചെയ്യുന്നതിനായി വികസിപ്പിച്ചെടുത്ത 300 മില്ലി ന്യൂട്ടൺ സ്റ്റേഷനറി പ്ലാസ്മ ടെസ്റ്ററിൽ 1000 മണിക്കൂർ ലൈവ് ടെസ്റ്റ് നടത്തിയാണ് ISRO അത് വളരെ വിജയകരമായി പൂർത്തിയാക്കിയത്. ഈ പരീക്ഷണം പൂർത്തിയായതോടുകൂടി ഇനി വരാൻ പോകുന്ന ഭാവിയിലുള്ള ISROയുടെ ഉപഗ്രഹങ്ങളിൽ കെമിക്കൽ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന് പകരം ഇലക്ട്രിക്കൽ പ്രൊപ്പൽഷൻ സിസ്റ്റം ആയിരിക്കും ഉപയോഗിക്കുക. കെമിക്കൽ പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങളെ അപേക്ഷിച്ച് ഇലക്ട്രിക്കൽ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൻ്റെ മാസ് വളരെ കുറവായതുകൊണ്ട് തന്നെ ആശയവിനിമയ ഉപഗ്രഹങ്ങളിൽ ട്രാൻസ്പോണ്ടറിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. ട്രാൻസ്പോണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആശയവിനിമയ സംവിധാനമാണ്. കെമിക്കൽ പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങളെ അപേക്ഷിച്ച് ഇലക്ട്രിക്കൽ പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങൾ കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഉപഗ്രഹങ്ങളുടെ ലൈഫ് സ്പാൻ കൂട്ടാൻ ഇത് സഹായിക്കുകയും ചെയ്യുന്നു. ഇലക്ട്രിക്കൽ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ പ്രൊപ്പല്ലൻ്റായി ഉപയോഗിക്കുന്നത് xenon ആണ്. ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊപ്പൽഷൻ സിസ്റ്റത്തെ അപേക്ഷിച്ച് 6 മടങ്ങ് എഫിഷ്യൻസിയാണ് ഇലക്ട്രിക്കൽ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിനുള്ളത്. എന്നാൽ സാറ്റലൈറ്റുകളിലേക്ക് ഇലക്ട്രിക്കൽ പ്രൊപ്പൽഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഇറോഷൻ ഡേറ്റയും പരിശോധിക്കേണ്ടതുണ്ട്. ഇറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ദ്രവിക്കുക എന്ന് പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധന ശേഷം മാത്രമേ ഇത് സാറ്റലൈറ്റുകളിലേക്ക് ഉപയോഗിക്കത്തുള്ളൂ. ISROയുടെ വരാനിരിക്കുന്ന ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ സാറ്റലൈറ്റായ TDS-1 ഇലക്ട്രിക്കൽ പ്രൊപ്പൽഷൻ സിസ്റ്റം ഉൾപ്പെടുത്താനും കൂടാതെ ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് ഉയർത്തുന്നതിനും ഇത് ഉപയോഗിക്കും. വാർത്തകൾ എടുത്തിരിക്കുന്നത് ISROയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ്. കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി കയറി പരിശോധിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.